ഏവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. പിറക്കുന്ന വർഷം ലോകത്തിൽ ശാന്തിയും സമാധാനവുമുള്ള ഒരു വർഷമായി 2026 ലോകമാസകലം സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സ്വസ്ഥതയുടെയും സർവരിലും സർവ്വലോകങ്ങളിലും ശാന്തി ഉണ്ടാവട്ടെ. സമാധാനത്തോടു കൂടി ജീവിക്കുവാനായിക്കൊണ്ടുള്ള ജീവിത സാഹചര്യം എല്ലാവർക്കും ഏവരിലും ഉണ്ടാവട്ടെ. ഏവർക്കും പ്രണാമം, നമസ്കാരം. ആത്മോല്ലാസ് ചാനലിലൂടെ, യൂട്യൂബ് ചാനലിലൂടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ പറഞ്ഞ വിഷയങ്ങൾ കേട്ടിട്ടുണ്ട്. കേൾക്കാത്തവർ ഒരുപാട് പേരുണ്ട്. കേട്ടവർക്കായിക്കൊണ്ട് ചാനലിലൂടെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ മനസ്സിലാക്കിയവർക്ക് വേണ്ടി, ശ്രവിച്ചവർക്ക് വേണ്ടി പറയുന്നു. ആത്മോല്ലാസ് ചാനലിലൂടെ 2025 ഡിസംബർ മാസം ഒരുപാട് വിഷമതകൾ നിറഞ്ഞ ഒരു മാസമാവും എന്ന് പറഞ്ഞിരുന്നു. ആയതിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളും ഭാരതത്തിൽ അല്ല ലോകമാസകലമുള്ള രീതിയിലാണ് പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ പറഞ്ഞിട്ടുള്ള ചാനലുകൾ പരിശോധിച്ചാൽ അറിയാം. ചാനലിൽ തുടങ്ങി അധികം വൈകാതെ പ്രകാരമുള്ള 2025 ഡിസംബറിൽ ഒരുപാട് വിഷമതകൾ നിറഞ്ഞ ഭയാനകപരമായിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നു. ഷോർട്ട് വീഡിയോയിലൂടെയും ലോങ് വീഡിയോകളിലൂടെയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആയതിൽ ഭൂമികുലുക്കപരമായും അല്ലെങ്കിൽ അഗ്നിപർവ്വതം പൊട്ടുന്ന വിഷയങ്ങളും അതുപോലെ തന്നെ അപ്രകാരം ഒരുപാട് ആളുകൾക്ക് ജീവഹാനി സംഭവിക്കുന്നു. അങ്ങനെ പല വിഷയങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമുക്കറിയാം. ശ്രീലങ്കയിൽ ഒരുപാട് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കവും മറ്റും കൊണ്ട് ഉണ്ടായിട്ടുള്ള വിഷമതകൾ ഒരുപാട് ആളുകളുടെ ജീവൻ ഒലിഞ്ഞുപോയി. ആയതുപോലെ തന്നെ അഗ്നിപർവ്വതം പൊട്ടും എന്ന് പറഞ്ഞതിനോടനുബന്ധമായി ആയതിൽ ഉൾപ്പെട്ടതാണ്. അതിലൂടെ അപ്രകാരമുള്ള മരണങ്ങൾ അഗ്നിബാധ കൊണ്ട് ഒരുപാട് ജീവൻ അങ്ങനെ പൊലിഞ്ഞു പോയിട്ടുണ്ട്. അത് ഹോങ്കോങ്ങിൽ തീപിടുത്തത്തിൽ 60-ൽ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലും ഒരുപാട് ആളുകളുടെ മരണത്തിന് ഇടയാക്കിയിട്ടുള്ള തീപിടുത്തങ്ങളും മറ്റും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഏകദേശം 7, 8, 10 ഒക്കെ അഗ്നിബാധയേറ്റ് ഒന്നിച്ച് മരിച്ചതും അല്ലാതെ ഓരോരോ ഒറ്റയായിട്ടുള്ള അഗ്നിബാധകളും അങ്ങനെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഒരുപാടുണ്ടായിട്ടുണ്ട്. ട്രെയിനിലും അഗ്നിബാധ ഉണ്ടായി. അതുപോലെ തന്നെ ഒരുപാട് കടകൾ കത്തി നശിച്ചു, ഒരുപാട് ബോട്ടുകൾ കത്തി നശിച്ചു. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അഗ്നി സംബന്ധമായിട്ടുള്ള വിഷമതകൾ ഉണ്ടായിട്ടുണ്ട്. അപ്രകാരമുള്ള കാര്യങ്ങൾ മുൻകൂട്ടി പ്രഖ്യാപിച്ചതിൽ ഒരുപാട് എനിക്ക് മനസ്സിലാക്കുവാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എനിക്ക് മനസ്സിലാക്കുവാനായിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അപ്രകാരമുള്ള എല്ലാം നടന്നിട്ടുണ്ട്. ആയതുപോലെ തന്നെ ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ 2025 ഡിസംബർ 14 ഉച്ചയ്ക്ക് ശേഷം ഗ്രഹനില മാറും എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഗ്രഹനില ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. എങ്കിലും ആഗോളതലത്തിലുള്ള ഗ്രഹനില മാറും എന്നുള്ളതിനെക്കുറിച്ചാണ്
പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള വാക്കുകൾക്ക് പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, പൊറുക്കണം, മാപ്പാക്കണം. ആയതും സംഭവിച്ചിട്ടുണ്ടോ? നമുക്ക് കണ്ണുകൊണ്ട് നോക്കിയാലൊന്നും ഗ്രഹനില മാറുന്നത് കാണുവാനോ അനുഭവിക്കുവാനോ ആർക്കും സാധ്യമല്ല. അതേവർക്കും അറിയാവുന്നതാണെങ്കിലും ആയത് അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാനായിക്കൊണ്ട് സാധിക്കും. ആയതിൽ ഒന്ന് നമുക്കറിയാം, നമ്മുടെ ഭാരതത്തിൽ ഏറ്റവും പുതിയ ടെലിഫോൺ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് റേഞ്ച് പോലുള്ള നെറ്റ് പോലുള്ള കാര്യങ്ങൾക്ക് കാര്യപ്രാപ്തിയോട് ഉൾക്കൊള്ളുന്ന ആയതിന് ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു ബഹിരാകാശത്തേക്ക് ഒരു പേടകം റോക്കറ്റ് അയക്കുകയുണ്ടായി. അതെല്ലാം ഡിസംബർ മാസത്തിൽ ഈ പറഞ്ഞതിന് ശേഷം ഡിസംബർ 14-ാം തീയതിക്ക് ശേഷമാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒരുപാട് ആളുകൾക്ക് തൊഴിലുറപ്പ് സംബന്ധമായിട്ടുള്ള 100 പണിയായിരുന്നു തൊഴിലുറപ്പിൽ ഉണ്ടായിട്ടുള്ളത്. അത് 125 പണിയാക്കി ഉയർത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, അമേരിക്കയിൽ നാസയുടെ ബഹിരാകാശ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നാസയുടെ പുതിയ തലവനെ തിരഞ്ഞെടുക്കുകയുണ്ടായി. ഇതെല്ലാം ഗ്രഹനില മാറിയതിന് ശേഷമുള്ള വിഷയങ്ങളാണ്, പറയപ്പെടേണ്ടതായിട്ടുള്ള വിഷയങ്ങളും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങളുമാണ്. പിന്നെ അതിനു മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള ഡിസംബർ മാസത്തിലുള്ള വിഷയങ്ങളിൽ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വരുന്ന കാലഘട്ടത്തിൽ നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം മാംസം കഴിച്ച് ശീലിക്കണമെന്നും അതുപോലെ മത്സ്യം ആഴ്ചയിൽ ഒരു പ്രാവശ്യം ആക്കണമെന്നൊക്കെ എൻ്റെ ഒരു അഭിപ്രായമാണെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആലപ്പുഴ ജില്ലയിൽ നമുക്കറിയാം, പക്ഷിപ്പനിയുടെ കാരണത്താൽ ഒരുപാട് കോഴികളെ മാംസം ഹോട്ടലുകളിലും മറ്റും കൊടുക്കുന്നത്, പാചകം ചെയ്യുന്നതൊക്കെ നിർത്തലാക്കിയിട്ടുള്ള നിയമം പാസാക്കുകയും, കാരണം പക്ഷിപ്പനി പടർന്നു പിടിക്കാതിരിക്കുവാനുള്ള മുൻകരുതൽ ഭാഗമായിട്ടാണ് അപ്രകാരമുള്ള നടപടികളെല്ലാം സ്വീകരിച്ച് ഇരിക്കുന്നത്. ഇന്ന് ആ നിയമം, നിരോധിച്ചിട്ടുള്ള നിയമം പിൻവലിക്കുകയും ഇന്ന് മുതൽ വീണ്ടും കോഴിയുമായി ബന്ധപ്പെട്ടുള്ള മാംസം വിൽക്കുവാനും ഹോട്ടലുകളിൽ മറ്റും പാചകം ചെയ്യുവാനൊക്കെയുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായി. ഇതെല്ലാം അസുഖവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളതാണ്. ആയതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ 5 സ്കൂളുകൾ 21 ദിവസത്തേക്ക് അടച്ചിടുകയുണ്ടായി. മുണ്ടിനീര് നിന്ന അസുഖമായിരുന്നു അന്ന് ഇവർ പറഞ്ഞ് വാർത്തയിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് വിഷമതകൾ നിറഞ്ഞിട്ടുള്ളതായിട്ടുള്ള അവസ്ഥകൾ കഴിഞ്ഞു പോയി. ഇതെല്ലാം ഞാൻ 3 മാസങ്ങൾക്ക് മുമ്പ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളാണ്. ഒരുപാട് 4-5 വീഡിയോകളിൽ, ഷോർട്ട് വീഡിയോയിലും ലോങ് വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഏകദേശം ഒരു 99% ശരിയായിട്ട് വന്നിട്ടുണ്ട് എന്ന് എൻ്റെ അറിവ് വെച്ചുകൊണ്ട് എനിക്ക് മനസ്സിലാക്കുവാനായിക്കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ അത് മനസ്സിലാക്കുവാനായിക്കൊണ്ട് സാധിച്ചു. ഞാൻ പറഞ്ഞ വിഷയങ്ങൾ നടക്കണം എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം. നടക്കാനിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി ഒന്ന് പ്രഖ്യാപിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതെൻ്റെ കഴിവല്ല, എൻ്റേതായിട്ടുള്ള എന്തെങ്കിലും സ്വന്തമായിട്ട് പറയേണ്ടതല്ല. എൻ്റെ ഉപാസനയുടെ ഭാഗമായിട്ടും ഞാൻ ആരാധിക്കുന്ന മഹാദേവിയുടെ കഴിവാണ്. എന്തെങ്കിലും പറഞ്ഞത് നേരായി വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ദേവിയുടേതായിട്ടുള്ള കഴിവ് കൊണ്ട്, അവിടുന്ന് കിട്ടിയിട്ടുള്ള അറിവ് കൊണ്ട് മാത്രമാണ് ഈ എളിയ രൂപത്തിൽ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ളത്. അതെല്ലാം സംഭവിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങളായിരുന്നു. അത് പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിതിൽ ഒന്നുമല്ല, ഞാനൊരു നിമിത്തമായി എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ആയതുപോലെ തന്നെ ഈ ചാനൽ ഒരുപാട് ആളുകൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഈശ്വരൻ നല്ലത് വരുത്തട്ടെ. കേട്ടവർക്കും കേൾക്കാത്തവർക്കും കണ്ടവർക്കും കാണാത്തവർക്കും ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സർവ്വജീവജാലങ്ങൾക്കും നല്ലത് വരുത്തട്ടെ. എല്ലാവർക്കും സുഖമുണ്ടാവട്ടെ, ശാന്തി ഉണ്ടാവട്ടെ, സമാധാനമുണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല അഭിവൃദ്ധിയും ഐശ്വര്യവും പിറക്കുന്ന
ഈ പുതുവർഷത്തിൽ 2026 എല്ലാവർക്കും നല്ല സമാധാനത്തോടു കൂടിയും ശാന്തിയോടു കൂടിയിട്ടും നിലകൊള്ളുവാനായിക്കൊണ്ടുള്ളൊരവസരം ആയി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആയതുപോലെ തന്നെ ഈ ആത്മോല്ലാസ് ചാനലിൻ്റെ തുടക്കം എന്നെപ്പോലെ തീരെ അറിവില്ലാത്തവർക്ക് മതപരമായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ അവനവൻ്റെ കൃത്യതകൾ ഏതെങ്കിലും വേദപരമായിട്ടോ ഗ്രന്ഥപരമായിട്ടോ ഹൈന്ദവപരമായിട്ടോ അറിയപ്പെടാത്തവർക്ക് വേണ്ടി ഞാൻ ഈ ചാനലിൻ്റെ തുടക്കം അപ്രകാരമുള്ളൊരാലോചനയിൽ നിന്നാണ് ഉയർക്കൊണ്ടിട്ടുള്ളത്. ആയതുകൊണ്ട് ഒരുപാട് അറിഞ്ഞവർ സംസാരിക്കുന്നത് പോലെയോ അറിവുള്ളവരുടെ കാഴ്ചപ്പാടോട് കൂടിയിട്ടോ അവർ സംസാരിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള മതപരമായിട്ടോ ഹൈന്ദവപരമായിട്ടോ ഏതെങ്കിലും ആരാധനാ രീതിയുമായിട്ട് ഗ്രന്ഥപരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതെല്ലാം എൻ്റെ അനുഭവങ്ങളിൽ നിന്നുള്ള ഒരറിവും കാര്യങ്ങളും വെച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും വാക്കുകളെല്ലാം പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഏതെങ്കിലും വാക്കുകൾക്കോ അല്ലെങ്കിൽ സംസാരത്തിനോ വാക്കുകളുടെ പിഴവുകളോ പൊരുത്തക്കേടുകളോ ഒരുപാട് വന്നിട്ടുണ്ട് എന്ന് ഞാൻ തന്നെ വീഡിയോകൾ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആർക്കും ഇഷ്ടപ്പെടാത്ത രീതിയിലൂടെയുള്ള വീഡിയോകളെല്ലാം എൻ്റെ വാക്കുകളുടെ വീഡിയോകൾ ഒരുപാട് വളരെ ഒരു താഴ്ന്ന രീതിയിലുള്ള ഒരു അവതരണമൊക്കെ ഞാൻ തന്നെ അത് നോക്കി അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ ഒരുപാട് വിഷമമുണ്ട് അത് കേട്ടപ്പോൾ. ഏതായാലും കേട്ടത് ഒരുപാട് പോരായ്മയുണ്ട് അവതരണത്തിലും എന്നുള്ളതല്ലാതെ പറഞ്ഞ വാക്കുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മനസ്സിലാക്കാൻ കേട്ടവർക്കൊന്നും വലിയ തരത്തിലുള്ള പ്രയാസങ്ങളുണ്ടാക്കുന്ന വാക്കുകളല്ല പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവതരണത്തിലും മറ്റുള്ളതിലുമെല്ലാം കൂടുതലൊരു കാര്യപ്രാപ്തി വാക്കുകളിലോ അല്ലെങ്കിൽ അതിൻ്റെ അവതരണത്തിലോ ഉണ്ടായില്ല എന്നുള്ളതിലാണ് ഇപ്രകാരമെല്ലാം പറയുന്നത്. പറഞ്ഞ വാക്കുകൾ കുറച്ച് പോരായ്മ ഉള്ളതാണെങ്കിലും അതിലെല്ലാം പറഞ്ഞ വാക്കുകളെല്ലാം ഏവർക്കും ഉപകാരപ്രദമായിട്ടുള്ളതും ഏവർക്കും കേൾക്കേണ്ടതായിട്ടുള്ള വാക്കുകളുമാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് എനിക്ക് ഒരുപാട് അത് കേട്ടപ്പോൾ ബോധ്യമുണ്ടായിട്ടുള്ളതുമാണ്. ഒന്നും ഒരു അനുഭവത്തിൽ ഉള്ളത് അല്ലാതെ കണ്ട് ആരുടെയെങ്കിലും ഏതെങ്കിലും വാക്കുകൾ കേട്ടിട്ടോ അല്ല പറഞ്ഞിട്ടുള്ളത്. ഇപ്രകാരമെല്ലാം ഈ അവസാന 2025 ഡിസംബർ 31 തീയതി ഇത് പറയുമ്പോൾ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ സത്യസന്ധപരമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊറുക്കണം, മാപ്പാക്കണം. ഇനിയും ചാനലിലൂടെ പറയുന്ന വാക്കുകൾ കേൾക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. അവരവർക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് ചാനലിലുള്ള വാക്കുകൾ കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആയതുപോലെ തന്നെ മലയാളത്തിൽ കമൻറ്റ് പറയുന്നവർ മലയാളത്തിൽ എഴുതുവാനായിക്കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ആയതുപോലെ തന്നെ വരുന്ന വർഷം എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉള്ളൊരു കാലഘട്ടമായി തീരട്ടെ. ഈശ്വരവിശ്വാസികൾക്കും ഈശ്വരനെ വിശ്വസിക്കാത്തവർക്കും നല്ലൊരു കാലഘട്ടവും അവരവർ ചെയ്യുന്ന ജോലികളും പ്രവൃത്തികളും കർമ്മങ്ങളും ക്രിയകളുമെല്ലാം ഭക്തിയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും ശുദ്ധിയോടുകൂടിയും ഈശ്വരാർപ്പണ ബോധത്തോടു കൂടിയും സമർപ്പിക്കുവാനും ചെയ്യുവാനുള്ള കഴിവും കരുത്തും ആയതിനുള്ള അറിവും നൽകി ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആർക്കും പട്ടിണിയില്ലാതെ അവരവർ ചെയ്യുന്ന കർമ്മം കൊണ്ട് കിട്ടുന്നതിൽ തൃപ്തി പൂണ്ടുകൊണ്ട് ശാന്തിയോടുകൂടിയും സമാധാനത്തോടു കൂടിയും സ്വസ്ഥതയോടുകൂടിയും ജീവിക്കുവാനും കുടുംബപരമായും കുലപരമായും വംശപരമായും മുന്നോട്ട് പോകുവാനായിക്കൊണ്ടുള്ള കഴിവും അറിവും ഈശ്വരൻ എല്ലാവർക്കും നൽകട്ടെ. എല്ലാവരെയും രക്ഷിക്കട്ടെ. നല്ലത് കേൾക്കുവാനും നല്ലത് അറിയുവാനും നല്ലത് പറയുവാനും നല്ല വാക്കുകൾ ഉണ്ടാകുവാനും
നല്ല പ്രവൃത്തികളുണ്ടാകുവാനും ഈശ്വരൻ